നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. 6/2/2026 വെള്ളിയാഴ്ച. അത്തം നക്ഷത്രമാണ്. രാത്രി 12:25 വരെയാണ് അത്തം നക്ഷത്രമുള്ളത്. അതിനുശേഷം ചിത്തിര നക്ഷത്രം തുടങ്ങുന്നു. പാദദോഷത്തിൽപ്പെട്ട ഒരു നക്ഷത്രം കൂടിയാണ് അത്തം നക്ഷത്രം. കുട്ടിയുടെ ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം പാദദോഷം ആർക്കൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അത്തം നക്ഷത്രത്തിൻ്റെ മാസഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്തം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ മാസം. കഠിന അധ്വാനത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ നിലനിൽക്കുന്ന കർമ്മങ്ങൾ ശ്രദ്ധയോട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഉത്തമം. ജോലി സ്ഥലത്തെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ ബുദ്ധിയും കാര്യപ്രാപ്തിയും കൊണ്ട് അവയെല്ലാം മറികടക്കാൻ പറ്റും. നല്ല പദവി ലഭിക്കാനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ലതാണ്. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ അതീവ ജാഗ്രത വേണം. വരുമാനം കൃത്യമായിരിക്കും, എന്നിരുന്നാലും ചിലവ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആഡംബര വസ്തുക്കൾക്ക് പണം ചെലവഴിക്കുന്നത് സൂക്ഷിക്കുക. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായുള്ള വാക്കുതർക്കം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ഇടവരും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയം കൂടിയാണ്. വിവാഹ കാര്യത്തിന് തീരുമാനമെടുക്കാനുള്ള സമയം കൂടിയാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അപ്രതീക്ഷിതമായ രീതിയിലുള്ള രോഗാതിദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉദര രോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. സൂക്ഷ്മതയോടുകൂടി വേണം ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ. യാത്രാവേളയിൽ മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗോചരഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞാൻ ഫലം പറയുന്നത്. എന്നാൽ വ്യക്തികളുടെ ജാതകപ്രകാരം ഉള്ള ദശാഫലങ്ങൾ പ്രകാരമുള്ള ഫലമല്ല പറയുന്നത്. അങ്ങനെയുള്ള ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും. പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ സഹായം നേടും. ചില കാര്യങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കുന്നത് ഉചിതമാണ്. സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മികച്ച നേട്ടം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർ അനുകൂലമായൊരു സാഹചര്യമാണുള്ളത്. വരുമാനം വർദ്ധിക്കും. ഭൂമി സംബന്ധമായി ഇടപാടുകളിൽ വരുമാനം പ്രതീക്ഷിക്കാം. മാസം രണ്ടാം പകുതിയിൽ അനാവശ്യ ചിലവുകൾക്ക് സാധ്യത കാണുന്നു. പഴയ കടങ്ങൾ വീട്ടിൽ തീർക്കാൻ സാധിക്കും. കുടുംബത്തിന് സമാധാന സന്തോഷം നിലനിൽക്കും. പങ്കാളിയുമായി ആലോചിച്ച് പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും. ബന്ധുക്കളുമായുള്ള പിണക്കം മാറി ഐക്യത ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഒരു മാസമാണ്. വിവാഹാലോചനയിൽ തീരുമാനമെടുക്കും. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തുറന്നു പറയാൻ പറ്റിയൊരു സന്ദർഭം കൂടിയാണ് ഈ മാസം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. രക്തസംബന്ധമായ അസുഖത്തിനും ചർമ്മരോഗങ്ങൾക്കും ഉഷ്ണസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്.